ജാവാസ്ക്രിപ്റ്റിൽ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് സെറ്റ് ടൈം ഔട്ട്. ഇനി ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഫംഗ്ഷന്റെ ബേസിക് സിന്റാക്സ് ഇതാണ്. രണ്ട് ആർഗ്യുമെന്റ് ഉണ്ട്, ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും ഡിലേയും. ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. നോർമൽ ഫംഗ്ഷനോ ആരോ ഫംഗ്ഷനോ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫംഗ്ഷനെ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ഡിലേ സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഡിലേ മില്ലി സെക്കൻഡിലാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 2000 മില്ലി സെക്കൻഡ് കൊടുത്തെന്ന് വിചാരിച്ചു, 2 സെക്കൻഡ്. ഈ ഫംഗ്ഷൻ 2 സെക്കൻഡ് കഴിഞ്ഞിട്ടേ എക്സിക്യൂട്ട് ആവുള്ളൂ. സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഇനി ഇതിന്റെ രണ്ട് ആർഗ്യുമെന്റിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫംഗ്ഷൻ ആണല്ലേ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡിലേ കൊടുക്കണം. ഞാൻ ഇവിടെ 3000 മില്ലി സെക്കൻഡ്, അതായത് 3 സെക്കൻഡ് ആണ് കൊടുക്കുന്നത്. ഈ 3 സെക്കൻഡ് കഴിഞ്ഞാലേ എന്റെ ഈ ആരോ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ. ചെയ്ത് നോക്കാം. 1 2 3 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി എന്താണ് ഈ കോൾ ബാക്ക് ഫംഗ്ഷനും അസിൻക്രണസ് ഓപ്പറേഷനും അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് വെച്ചേക്കും, പോയി കാണാം കേട്ടോ.